Asset Homes American Cafe പ്രേക്ഷകർക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? ദിവസവും രാവിലെ നമ്മൾ ഒരു സമയത്ത് എണീക്കുക, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ഓഫീസിലേക്കെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക, സ്കൂളിലേക്കെങ്കിൽ പോവുക, കോളേജിലേക്കെങ്കിൽ പോവുക, തിരിച്ചതിന് ശേഷം ഒരേ രീതിയിൽ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ തിരിച്ചു വരിക, ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക എന്നിങ്ങനെയുള്ള ഈ റൂട്ടീൻ ജോബ്സിൽ നിന്നുമൊക്കെ നമുക്കൊരു റിലാക്സേഷനും നമുക്കൊരു ചേഞ്ചും ഒക്കെ വരുന്നത് പലപ്പോഴും വീക്കെൻഡ്സ് എന്ന മനോഹരമായ 2 ദിവസങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷെ ഓരോ വീക്കെൻഡ് കഴിഞ്ഞതിന് ശേഷവും ഓരോ തിങ്കളാഴ്ച മോർണിംഗ് എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ഈശ്വര ഒരു 2 ദിവസം കൂടി ഈ വീക്കെൻഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടും തിരികെ ഓഫീസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സുകളും അറിയാതെ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ടായിരിക്കും, വെക്കേഷൻ ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. എപ്പോഴൊക്കെയോ ജീവിതത്തിൽ ജോലി കിട്ടുന്നതാണ് ഒരു വലിയ കാര്യമെന്ന് ചിന്തിച്ചിരുന്ന നമ്മുടെയൊക്കെ മനസ്സുകളെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം ചില കൊച്ചു നല്ല നിമിഷങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. അത് നമ്മുടെ കുട്ടനാടാണ്. നമ്മുടെ കുട്ടനാട്ടിലെ എന്താ പറയാ, നല്ല നമ്മുടെ സ്വന്തം മീൻകറിയാണ്, സ്വന്തം താറാവ് കറിയാണ്, സ്വന്തം കള്ളഷോപ്പാണ്. അങ്ങനെ നമ്മളെല്ലാം സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടനും ഒരു സോങ് സീക്വൻസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു സോങ് വരുമ്പോൾ നമുക്ക് അതിനോട് ഒരു കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങളോടൊപ്പം ഞാൻ ആൻപാലയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ നമ്പർ. ഈ ഒരു നമ്പറിലേക്ക് എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് സംസാരിച്ച് പറയാം. അപ്പോൾ അതിനു മുൻപായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് നമുക്ക് പോകാം. Dear Anne, how was your weekend? After a brief visit to my parents' home at Texas, I'm back at New York doing my routine job. Have you ever noticed this thing, Anne? When we go back to our parents' home, we get that relaxed mode and later we easily jump into that busy mode back at our own home. Anyhow, such short breaks and relaxing moments help us to love life more vigorously every time. Please play a tune for my lovely parents, Leela Mani and Manike Nair. With loads of regards, love and hugs, വിവേക് മണി നായർ. വിവേക് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മുടെ പേരൻസിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും കുട്ടികളാവുകയും അതിനുശേഷം വീണ്ടും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പഴയ ബോറൻ മനുഷ്യരാവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയാം, നമ്മൾ പാലയിൽ പോയിട്ട് രാവിലെ എണീറ്റ് നമ്മളൊരു 6 മണിയാകുമ്പോൾ എണീറ്റ് ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഹായ് ഇന്ന് വീട്ടിലാണ്, ജോലിക്കൊന്നും പോകണ്ടല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷെ ആ ഉറക്കം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അരമണിക്കൂർ സമയത്തേക്കിനല്ല ഉണ്ടാവുന്നത്. അത് സംഭവിക്കുന്നത് അടുത്തൊരു 2-3 മണിക്കൂർ നേരത്തേക്ക്, ഏതാണ്ട് ഒരു 8-8 ആകുമ്പം വീണ്ടും നമ്മൾ കണ്ണു തുറക്കുമ്പോഴാണ് എത്ര മനോഹരമായ ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ കണ്ണു തുറക്കുന്നതെന്ന് കേൾക്കുന്നത്. പക്ഷേ ഈ എന്താ പറയാ, ഒരു റൂട്ടീൻ നമ്മൾ അതിനുശേഷം നമ്മൾക്ക് ജോലി ചെയ്യാൻ മടിച്ചിരിക്കുന്നു, അടുക്കളയിൽ പോയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ളത്രയും കഴിക്കുന്നു, പറമ്പിലൂടെ ഇറങ്ങി നടക്കുന്നു. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ നമ്മൾക്ക് മാറ്റം വരുമെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ അമ്മയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ലാന്ന്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 4ലും 5ലും പഠിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് രാവിലെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ കേൾക്കുന്ന അതേ വിളി നമ്മൾക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റും. എന്താ ഇങ്ങനെ കിടന്നോണ്ട് ഉറങ്ങുന്നത്, രാവിലെ എണീറ്റ് വേറെ പണിയൊന്നുമില്ലേ പെണ്ണേ എന്ന് ചോദിക്കുന്ന അതേ ചൂടോടുകൂടി അതേ രോഷത്തോടു കൂടിയുള്ള വിളിയും കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ വീട് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്ന സമയത്താണ് ഒരു സ്വർഗം. നമ്മൾ അവിടെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ സ്കൂൾ ജീവിതകാലത്തെ രാവിലെ എണീറ്റിട്ടുള്ള എന്താ പറയാ പഠിക്കാനിരിക്കലും ബോറടിയും അന്നത്തെ സമയത്തെ ആ ഒരു കഷ്ടപ്പാടൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പേരൻസ് ഇങ്ങനെ തയ്യാറായിട്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും അതൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. പക്ഷെ വീണ്ടും നമ്മൾ ഓഫീസിലേക്ക്, നമ്മൾ ജോലിയിലേക്ക്, തിരക്കുകളിലേക്ക് ചാടുമ്പോഴാണ് ആ ദിവസങ്ങൾ ഒരു 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പം വിവേക് ആഗ്രഹിക്കുന്ന അതേ കാര്യം ഞാനും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വിവേകിനൊരു നല്ല സെയിം പിഞ്ച് തരുന്നു. ഒപ്പം വിവേകിന്റെ പേരൻസിനും ഇഷ്ടമാകുന്ന നല്ലൊരു സോങ് ആണ് അടുത്തതായി പ്ലേ ചെയ്യുന്നത് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ഹലോ ആരാണത്? എന്റെ പേര് അഞ്ജലി എന്നാണ്. അഞ്ജലി, ഞാനിപ്പം പാടിയിട്ടുണ്ടെങ്കിൽ ബോറാവും. പക്ഷെ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടോ?
ആ അറിയാം അറിയാം, തമിഴ് പാട്ടല്ലേ? അതെ 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 അതെ. അറിയോ പാട്ട് പാടാൻ? അയ്യോ അറിഞ്ഞൂടാ. അഞ്ജലി അഞ്ജലി, ഓർമ്മയില്ലേ? അറിയാം അറിയാം, പാട്ടറിയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സോങ് ആണത്. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്ത് ചെയ്യുന്നു അഞ്ജലി, പറയൂ. വീട്ടിലൊരു കുട്ടിയുണ്ടല്ലേ? ആ എന്റെ മോളാണ്. ഞാൻ കേക്കണ്ട ഇവിടെ ശബ്ദം. എന്ത് പറയണു മോൻ? എത്ര വയസ്സായി? മോൾക്ക് 3 വയസ്സാവാറായി. ആണോ? അപ്പൊ പിന്നെ കലപ്ര കലപ്ര കൊറേ ബഹളായിരിക്കുമല്ലോ. അതെ അതെ അതെ. ആണ്. എന്താ കുഞ്ഞിന്റെ പേര്? മോളുടെ പേര് ശിവാനി എന്നാണ്. ശിവാനി. ഒരു മോളേ ഉള്ളോ? ഒരു മോളേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് അഞ്ജലിക്ക് ഒരു വലിയ ചേഞ്ച് ഫീൽ ചെയ്ത് മദർഹുഡിലേക്ക് കയറിയപ്പോൾ? മദർഹുഡിലേക്ക് കയറിയപ്പോ ചേഞ്ച് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പിന്നെ നമ്മളുടെ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം അല്ലേ? അതെ അതെ, ആക്കിയേ പറ്റൂ എന്ന സിറ്റുവേഷൻ ഒക്കെയാണ് അല്ലേ? അതെ അതെ അതെ. എങ്കിലും അഞ്ജലിക്ക് അഞ്ജലിയുടെ ക്യാരക്ടറിൽ ഏറ്റവും മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് എന്താ? ക്യാരക്ടറിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയതോ? അഞ്ജലിക്ക് എന്നെ തോന്നില്ലേ ഒരു 3 വർഷം മുമ്പുള്ള ഞാനാണോ ഈ ഞാൻ എന്ന് തോന്നുന്ന ഒരവസ്ഥ? ഡെഫിനറ്റ്ലി കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുണ്ട് ഇപ്പം. ആണല്ലേ? പണ്ട് നമ്മള് കുട്ടികളി കളിച്ച് നടക്കുന്ന സമയമായിരുന്നു. ഇപ്പം വേറൊരാളില് വന്നപ്പം നമ്മള് മെച്ചുവർഡ് ആയി പറ്റൂ. അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ കുട്ടിയെ നോക്കിയിട്ട് ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ കുട്ടി ഇങ്ങനെ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുട്ടി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്, അങ്ങനെ വളരെ റെയർ ഒക്കേഷൻ ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ കുട്ടിയെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നില്ല, ഈശ്വരാ നമ്മൾ പ്രസവിച്ച ഒരു കുട്ടി, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിനോട് വന്ന ഒരു കുട്ടി, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇതെന്തൊരു മാജിക് ആണെന്നൊക്കെ ചിന്തിക്കില്ലേ? അല്ല, ഞാൻ ഒരുപാട് കാലം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുട്ടി വേണമെന്ന്. ഒരുപാട് വെയിറ്റ് ചെയ്തു എന്നല്ല, എനിക്ക് കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഒരു കുട്ടി വേണം എനിക്ക് സ്വന്തമായിട്ട്, അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പോലും ഞാൻ കുട്ടി വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അഞ്ജലിക്ക് എത്ര കുട്ടികൾ വേണമെന്നാ താല്പര്യം? 2 കുട്ടികളൊക്കെ മതി. 2 കുട്ടികൾ വേണം അല്ലേ? ഇനി ഒരു ആൺകുട്ടി വേണമെന്ന് തോന്നുന്നുണ്ടോ? അതൊരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി കൂട്ടി വേണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, 2 കുട്ടികളെ ഹെൽത്തി ആയിട്ടിരുന്നാ മതി മാത്രമേ. അത്രേ ഉള്ളൂ അല്ലേ ആഗ്രഹം? അല്ല, പക്ഷെ ചിലർക്ക് ഇങ്ങനെ എന്താ പറയാ, ഞാൻ ചില പേരൻസിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഒരു പെൺകുട്ടി വേണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് എന്താ പറയാ, എങ്ങനെയൊക്കെയാ പ്രാർത്ഥിക്കാന്നറിയില്ല. പ്രത്യേകിച്ച് ഫാമിലിയിൽ കുറെ ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വേണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നൂല. അതുകൊണ്ട് ചോദിച്ചാ. നാട്ടിലെവിടെ അഞ്ജലിയുടെ വീട്? എന്റെ വീട് കോട്ടക്കലാണ്, മലപ്പുറം. കോട്ടയ്ക്കൽ. എന്റെ ഹസ്ബൻഡിന്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡ്. ഓക്കെ. രണ്ടും അങ്ങോട്ടേക്കുള്ള സ്ഥലമാണ് അല്ലേ? വടക്കോട്ടുള്ള സ്ഥലങ്ങൾ. കല്യാണം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി US എത്തിയിട്ട് അഞ്ജലി? ഞങ്ങൾ US എത്തിയിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ അതോ കുട്ടിയുടെ കാര്യമൊക്കെ നോക്കി വീട്ടിൽ തന്നെയാണോ? ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പാട്ടും ഡാൻസും പഠിപ്പിക്കുകയാണ്. ആഹാ, പാട്ട് പഠിപ്പിക്കുന്ന ആളായിട്ടാണോ പാട്ട് പാടാതിരിക്കുന്നത്? അതൊരു മോശം പ്രവണതയല്ലേ? ഭയങ്കര കോൾഡായിട്ട് തീരെ സംസാരിക്കാൻ പോലും പറ്റില്ല. ഇത് ജസ്റ്റ് ഞങ്ങളിങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കോൾ കിട്ടിയതാണ്. ഓക്കെ. ഞാൻ പക്ഷെ ഒരു കാര്യം പറയട്ടെ, എല്ലാ പ്രൊഫഷണൽസിനോടും നമ്മൾ എപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് പാട്ട് പാടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, കോൾഡ് ആണ് എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ത് പറയും? ഹസ്ബൻഡിനോട് ചോദിച്ചറിയാം, ശരിക്കും അയാൾ സൗണ്ടൊക്കെ ആകെ മാറിയിരിക്കുന്നത്. ആണോ? സാരമില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഒരാഴ്ച പനിയെ പിടിച്ച് കിടന്ന് ആകെ ഇപ്പൊ ഒന്ന് എന്താ പറയാ പതുക്കെ ഒന്ന് കണ്ണു തുറന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ, പനി പിടിച്ചാൽ എല്ലായിടത്തെയും അവസ്ഥ ഭയങ്കര ബോറാണ്. വൈറലായിട്ട് എല്ലാവർക്കും ഇങ്ങനെ പോയോടെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് സ്റ്റുഡൻസിന് ഉണ്ടാവും, അപ്പം നമുക്ക് വരും, അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ വന്ന സമയം തൊട്ട് ഡാൻസും പാട്ടിന്റെ ഒക്കെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ? വന്ന സമയം തൊട്ടില്ല. ഇപ്പം ആക്ച്വലി GCന്റെ അത് വന്നതിന് ശേഷം മാത്രമാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ഓക്കെ. ബട്ട് വെരി ഗുഡ്. എന്തായാലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ?
അതെ അതെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചത് കലാക്ഷേത്രയിലാണ്. അപ്പൊ പാട്ട് ഡാൻസ് ആണ് മെയിനായിട്ട് എന്റെ UG PG ഒക്കെ ചെയ്തത്. ഓക്കെ, അപ്പൊ അതന്നെ ഇവിടെ ചെയ്യുന്നത്. ഏത് ഡാൻസ് ഫോമിനോടാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ഞാൻ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കും ഭരതനാട്യമാണ്. ഓക്കെ, അതന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്, അതാണ് പഠിപ്പിക്കുക ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. എപ്പോഴെങ്കിലും അഞ്ജലിക്ക് അതില് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാന് പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും തോന്നുന്നു എനിക്ക്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പൊ ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് സ്റ്റുഡൻസും കാര്യങ്ങളും പിന്നെ ഇവിടെ കോൺടാക്ട്സും എല്ലാം കുറച്ച് ഇതാവുന്നേ ഉള്ളൂ. കുറച്ചുകൂടി ഇവിടെ തുടരുമ്പം എന്തെങ്കിലും ഒരു സബ്ജക്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അല്ലേ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നടക്കും അഞ്ജലി. എന്തായാലും അഞ്ജലി ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അഞ്ജലിയുടെ ജീവിതത്തിലും അഞ്ജലിയുടെ കുട്ടി ശിവാനി കുട്ടിയുടെ ലൈഫിലും ഒക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒത്തിരി താങ്ക്സ് ഫോർ കോളിംഗ്. മാത്രമല്ല നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് പാട്ട് പാടണം കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അപ്പോൾ അഞ്ജലിയുടെ കോൾ വളരെ നല്ലൊരു കോളായിരുന്നു. ആ ഒരു കോൾ എൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു സോങ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്, അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പെർഫോമൻസ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നതോ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവും അല്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഭയമായിരിക്കും. അപ്പോൾ അവർക്ക് ഈ സ്റ്റേജ് ഫിയർ കാരണം അവർ കയറി നിന്നിട്ട് എന്തെങ്കിലും തെറ്റിക്കുമോ, പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പിശകുണ്ടാവുമോ എന്ന് താഴെ നിൽക്കുന്ന പേരൻസിന് ആദ്യം വെപ്രാളവും ടെൻഷനൊക്കെ ആയിട്ട് ഇത് കണ്ണിങ്ങനെ ഉരുണ്ട് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ബട്ട് ഇൻ റിയാലിറ്റി അല്ല കേട്ടോ. നമ്മളുടെ ഭയവും കുട്ടികളുടെ ഭയവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഒരു ഓഡിയൻസിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞ് ചെറിയൊരു പെപ് ടോക്ക് കൊടുത്ത് വിട്ടാൽ മതി. കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു ധൈര്യം തനിയേ വരാനുണ്ട്. പക്ഷെ അതേസമയം പേരൻസിനാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ ഒരു വലിയ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതെടുത്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്കെതിരെ എന്താ പറയുക ഒരു ആയുധമാക്കി ഉപയോഗിക്കും. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും കുട്ടിയല്ലേ എന്ന് പറഞ്ഞുള്ള ഒരു കൺസിഡറേഷനിൽ ഒരു കാര്യങ്ങൾ മാറ്റി നിൽക്കണം. നമ്മുടെയൊക്കെ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ എന്ന് പറയുന്നത് യുവജനോത്സവത്തിൻ്റെ ദിവസങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്കൂൾ കലോത്സവം അവസാനിച്ചിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കാരണം കണ്ണൂർ വെച്ചിട്ടായിരുന്നു സ്കൂൾ യുവജനോത്സവം നടന്നിരുന്നത്. എല്ലാ വർഷവും യുവജനോത്സവത്തിനോടനുബന്ധമായിട്ട് നമ്മളിങ്ങനെ TV-യിലേക്ക് നോക്കിയിരിക്കുന്ന കുറേ നല്ല പരിപാടികളുണ്ട്. അതായത് ഓട്ടംതുള്ളൽ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഐറ്റംസും നാടകങ്ങളും അതുപോലെ സ്കിറ്റ് ഷോസും ഫാൻസി ഡ്രസ്സും ഇങ്ങനെയുള്ള മോണോ ആക്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ TV-യിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കും. ഏതൊക്കെയാണ് പുതിയ പുതിയ ബഡിങ് ടാലൻസ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയും കൗതുകവും ഒക്കെ നമുക്കുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഫിലിം ഫീൽഡിലുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പലരും വന്നിട്ടുള്ളത് യുവജനോത്സവ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളായിട്ടാണ്. ബട്ട് എന്താണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പൊതുവെ ഒരു യുവജനോത്സവ വേദിയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ പിന്നീട് കലാരംഗത്തേക്ക് വരുവാനുള്ള ചെറിയൊരു മടി നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതിന് കാരണം പലതായിരിക്കാം. ബിക്കോസ് നമുക്കിപ്പം വേറെയും കുറേ റിയാലിറ്റി ഷോസ് ഉണ്ട്. ബട്ട് എങ്കിലും യുവജനോത്സവം എന്ന് പറയുന്നത് അതിൻ്റെ തിക്ക്, അതിൻ്റെ ഒരു തിരക്ക്, അത് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള ഓട്ടം, അവിടെയുള്ളൊരു ബഹളം, ചിലരുടെ കരച്ചിൽ, ചിലർ തല കറങ്ങി വീഴുന്നു, ചിലർ പേരൻസ് ചെന്നിട്ട് ജഡ്ജസിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു, ചില ടീച്ചേഴ്സ് അവിടെ നിന്ന് ബഹളം വെക്കുന്നു, ചില കുട്ടികളെ കാണാതെ പോകുന്നു, ചിലർ ടോയ്ലറ്റ് എവിടെയെന്ന് തിരഞ്ഞ് എവിടെയെന്ന് അറിയാതെ അന്വേഷിച്ച് കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ തിരക്കുകളും കുറേ പരാതികളും കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോ വർഷത്തെയും യുവജനോത്സവം കഴിയുമ്പോൾ. പക്ഷേ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഉത്സവമാണ്, ഒരു ഉത്സവകാലം. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ ഒത്തുചേരുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ചില കൊച്ചു കൊച്ചു പരാതികളും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര വലിയൊരു സംഭവം ഇത്ര വർഷങ്ങളായി മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് വേണം നാം കൺസിഡർ ചെയ്യാൻ. അത് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം, പിന്നെ മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ചില കലാരൂപങ്ങൾ അന്യം നിന്ന് പോയേക്കാമോ, അല്ലെങ്കിൽ യുവജനോത്സവ വേദികളിൽ മാത്രം നാം കേൾക്കുന്ന ചില കലാരൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
പ്രത്യേകിച്ച് സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃതം ഉപന്യാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ. അതൊന്നും അല്ലാതെ നമ്മൾ നോർമലി ഇതിനെപ്പറ്റിയൊന്നും കേൾക്കാറില്ല, ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യാറില്ല, ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് മാത്രമല്ല, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. എല്ലാത്തിനും ഒപ്പം എല്ലാവർക്കും ഒന്ന് ഒത്തുചേരുവാനും ഒന്ന് ആഘോഷിക്കുവാനും ഒരു ഉത്സവമേളം ഉണ്ടാക്കുവാനും ഒക്കെ പറ്റിയ കുറച്ച് നല്ല ദിവസങ്ങളാണ് യുവജനോത്സവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യുവജനോത്സവത്തെ കുറിച്ചുള്ള കുറേ നല്ല മെമ്മറീസ്, അതേക്കുറിച്ചുള്ള കുറേ നല്ല വാർത്തകളൊക്കെ വായിച്ചിട്ട് ഇന്ന് രാവിലെ പ്രോഗ്രാം ചെയ്യാൻ വന്നതിൻ്റെ ഒരു ഉഷാറിൽ പറഞ്ഞതാണ്. എല്ലാവർക്കും ഇഷ്ടമാക്കുന്ന നല്ലൊരു സോങ്ങാണ് അടുത്തതായി നമ്മളെ കാത്തു നിൽക്കുന്നത്. അതിനുശേഷം ഏവരും തിരിച്ചെത്തും അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയുടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നേരത്തെ നല്ലൊരു പ്ലേലിസ്റ്റ് ആണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടമാകുന്ന കുറച്ച് നല്ല സോങ്സ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ കുറച്ച് ലെറ്റേഴ്സ് വായിച്ചു, നമ്മളൊരു ഫോൺ കോൾ എടുത്തു. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ പറയണം എന്നുള്ളവർക്ക് ഫോൺ ചെയ്യാം, നമ്മളോട് കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാട്ടിന്റെ അറ്റത്ത് ഒരു കുഞ്ഞു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കുറേ കുട്ടികളും ഒക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യന് ജീവിക്കണേ കുറച്ച് പൈസ വേണമല്ലോ അല്ലേ? അപ്പോൾ ഇവർക്ക് ഈ പൈസ കിട്ടിയിരുന്ന ഒരു പ്രായമായ പാവം ഒരു പശുവിൽ നിന്നായിരുന്നു ഇവർക്ക് ചെലവിനുള്ള കാശ് കിട്ടിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാരും കൂടി ഈ വീട്ടിലെത്തിയപ്പോൾ ഇവർ വളരെ നല്ല ആതിഥേയ മര്യാദയുള്ളവരായിരുന്നു കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, വരൂ, താമസിക്കൂ, നമ്മോടൊപ്പം ജീവിക്കൂ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഗുരുവിന് മനസ്സിലായി ആ വീട്ടിൽ വളരെ ഭയങ്കര കഷ്ടമാണ്, ദാരിദ്ര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലായി. പിന്നീട് ഗുരു പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ പ്രായമായിട്ടുള്ള ഒരു പശു മാത്രമുണ്ട്, അതിന്റെ പാൽ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഇവർ ജീവിക്കുന്നത് എന്ന്. എന്തായാലും അന്നത്തെ ദിവസം ഏറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഇവരവിടെ താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നമസ്കാരം പറഞ്ഞു പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 1 വർഷം 2 വർഷത്തിന് ശേഷം ഗുരുവും ശിഷ്യന്മാരും വീണ്ടും ആ വീട്ടിലെത്തി. ഇവർക്ക് ആർക്കും ആ വീട് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം അതൊരു ഗംഭീര ബംഗ്ലാവായി മാറിയിരിക്കുന്നു. കുട്ടികളൊക്കെ നല്ല മിടുക്കരായിരിക്കുന്നു, എല്ലാവരുടെയും മുഖത്തും കണ്ണിലുമൊക്കെ നല്ല ആരോഗ്യവും തിളക്കവും പ്രസരിപ്പും. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കണ്ടില്ലേ ഗുരു, നമ്മളന്ന് വന്നു പോയതിനു ശേഷം എന്തൊക്കെ നല്ല മാറ്റങ്ങളാണല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നോക്കൂ, എല്ലാവരും നല്ല മിടുക്കരായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എവിടെ നിങ്ങളുടെ പഴയ പശുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃഹനാഥൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അന്ന് പോയതിനു ശേഷം പശുവിനെ ഞങ്ങൾക്കും കാണാൻ പറ്റിയില്ല, എവിടേക്കോ പശു പോയി, ഞങ്ങൾ കുറേ തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല എന്ന്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് ഗുരു ശിഷ്യന്മാർക്ക് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഗുരുവിന് മനസ്സിലായി, ഈ ഒരു കൊച്ചു പശു അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾ അവിടെ തന്നെ നിൽക്കുന്നത്, മറ്റു ഓപ്പർച്യൂണിറ്റീസ് എന്ത് എന്ന് ചിന്തിക്കാതിരിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഗുരു രാത്രി എണീറ്റ് ഈ പശുവിനെ കയറി നഴിച്ചിട്ട് നേരെ കാട്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ പശു അതിന്റെ വഴിക്ക് കാട്ടിലേക്ക് പോവുകയും പിന്നീട് കുറേ ദിവസം പെർപ്ലെക്സ്ഡായി എന്ത് ചെയ്യണം എന്നറിയാതെ ഇവർ ഇരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അടുത്ത ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നറിയാവുന്നത് കൊണ്ട് മറ്റു പല ജോലികളിലേക്കും അവർ തിരിയുകയും അതിലൊക്കെ അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തപ്പോഴാണ് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാണത്? ഞാൻ ഷെറിൻ. ഷെറിൻ, ഓക്കെ. ഷെറിൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ന്യൂയോർക്കിൽ നിന്ന്. ഓക്കെ, എന്ത് ചെയ്യാണ് ഷെറിൻ? ഞാനൊരു നേഴ്സാ. ഓക്കെ, എത്ര വർഷമായി? ഞാൻ റീസെന്റ് 1 month ആയിട്ടുള്ളൂ ന്യൂയോർക്കിലോട്ട് വന്നിട്ട്. ഞാൻ ആക്ച്വലി ബോംബെയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, നാട്ടിലെവിടെയാണ് സ്ഥലം? നാട്ടില് ഞാൻ തിരുവല്ല. തിരുവല്ല. അതെന്താ പെട്ടെന്ന് തിരുവല്ല എന്ന് പറയാൻ ഇത്ര ഒരു താമസം? ആലോചിച്ച് പറയുന്നത്. ബോംബെയിലാ, അതുകൊണ്ടൊരു മടി അല്ലേ തിരുവല്ല എന്ന് പറയാൻ? അപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ബോംബെ ആയാലും എന്താ, തിരുവല്ല ആയാലും എന്താ, എല്ലാം നമ്മുടെ നാട് തന്നെയല്ലേ അല്ലേ? അല്ലേ? നാട്ടിലേക്ക് പണ്ടൊക്കെ വരുമ്പോ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? പിന്നെ മലയാളം പറയാൻ ബുദ്ധിമുട്ടായിട്ട് കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? എപ്പോഴെങ്കിലും ഷെറിന് ജോലി ചെയ്യുമ്പോ, ഷെറിൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ, പേഷ്യൻസിന്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോ പേഷ്യൻസിന്റെ അടുത്തൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ ദേഷ്യം തോന്നിയിട്ടില്ല. കാരണം
ഞാൻ എപ്പോഴും സോഫ്റ്റ് കോർണറായിട്ട് എന്റെ പേഷ്യൻസിനോട് ഡീൽ ചെയ്തിട്ടുള്ളൂ. ആണ്. ഷെറിൻ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഓ, എന്റെ മമ്മിയും നേഴ്സാ. അപ്പം ഇതൊരു നല്ല പ്രൊഫഷനാ. പല ആളുകളോട് സെർവ് ചെയ്യാൻ കിട്ടും. അതിനുവേണ്ടി ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വന്നത്. ആണല്ലേ? അപ്പൊ മമ്മി ഇങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടോ ഷെറിനെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും, നല്ല ജോലി പെട്ടെന്ന് കിട്ടും, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടും കാരണമുണ്ട് അല്ലേ? അതൊരു റീസൺ ആണല്ലേ ഷെറിൻ? യെസ്. അപ്പൊ ഇതല്ലായിരുന്നെങ്കിൽ ഷെറിന് വേറെ എന്താവാനായിരുന്നു ഇഷ്ടം? ആക്ച്വലി എനിക്കൊരു ജ്വല്ലറി ഡിസൈനർ ആയിട്ട് ഞാൻ ഒത്തിരി ക്രിയേറ്റീവ് എന്റെ വർക്കിനകത്ത്. എനിക്ക് ഡിസൈൻസ് എല്ലാം വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. വരയ്ക്കാനൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ് അല്ലേ? അപ്പൊ എപ്പോഴെങ്കിലും ആ ഒരു കരിയർ പെർസ്യൂ ചെയ്യണം എന്ന് ഷെറിന് തോന്നാൻ സാധ്യതയുണ്ടോ ഇനി? ഇപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു പാർട്ട് ടൈം ആയിട്ടെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. നോക്കാം. ദാറ്റ്സ് എ ഗുഡ് തോട്ട് ഷെറിൻ. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, നമ്മൾ പോലും അറിയാത്ത ചില സ്കിൽസ് ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അത് നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ വർഷം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാവും. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഒരു ഹോബി ആയിട്ടാണെങ്കിലും ഇഷ്ടമുള്ള ജ്വല്ലറീസ് ഒക്കെ ഞാൻ പറയാം, നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ആളാവുമ്പോൾ ജ്വല്ലറി ഡിസൈനിങ് മാത്രമാവത്തില്ല, ഫാഷൻ ഡിസൈനിങ്ങും പല പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ സമയം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ. ഷെറിന്റെ ഒപ്പം അവിടെ ആരെങ്കിലും ഉണ്ടോ? പേരൻസോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എന്റെ മമ്മിയും പപ്പയും എന്റെ ഹസ്ബൻഡും ചേട്ടനും ചേട്ടത്തിയും കുഞ്ഞും അനിയനും ഉണ്ട്. ഓക്കെ. എനിക്ക് ഷെറിന്റെ മലയാളം കേട്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ടോ. കാരണം എന്താന്ന് വെച്ചാ മലയാളത്തിൽ ഒരു ഇത്തിരി തപ്പുണ്ടെങ്കിലും അതിനെയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഷെറിന്റെ ശബ്ദത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർക്ക് മലയാളം ഒരു ഇത്തിരി അറിയില്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ മടിയായിരിക്കും. ഷെറിന് എന്തായാലും ആ മടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹലോ. ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അടുത്തുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ, ഷെറിന്റെ മമ്മിയാണ് ഞാൻ. ആന്റി ഷെറിൻ, ഇപ്പോൾ ആന്റിയുടെ കാര്യം തന്നെയാണ് ഞാൻ കൂടുതലും സംസാരിച്ചത് കേട്ടോ. ഓക്കെ. ആന്റിയുടെ പേരെന്താണ്? എന്റെ പേര് ശോഭി. ഓക്കെ. ആന്റി, ഷെറിൻ പറയായിരുന്നു മമ്മിയും ഒരു നേഴ്സാണ്, അതുകൊണ്ടാണ് ഷെറിനും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതെന്ന്. ഓക്കെ. എന്തായാലും അമ്മയുടെ പോലെ എല്ലാ നല്ല ക്വാളിറ്റീസും മകൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ. അമ്മയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ വീട്ടിലെ. ഓക്കെ. അപ്പൊ തിരുവല്ലയിൽ നിന്നും ബോംബെയിൽ നിന്നും അവിടെ എത്തി നിങ്ങൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും വിളിച്ചതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു സോങ് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നമ്മൾ ഷെറിന്റെ വലിയൊരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ നെക്സ്റ്റ് സോങ്. യെസ്, ആരാണത്? എന്റെ പേര് റെനീസ് മാം. പേരെന്താണ്? റെനി. എവിടെ നിന്ന് വിളിക്കുന്നു? ഷിക്കാഗോ. ഓക്കെ. എന്താ ചെയ്യാണ് റെനി? ഞാൻ എഞ്ചിനീയറാ. ഓക്കെ. എത്ര വർഷമായി അവിടെ? ഞാൻ ഇപ്പൊ 8 വർഷമായി. 8 വർഷം. എഞ്ചിനീയറിംഗ് ഏതാണ് ബ്രാഞ്ച്? കൺസ്ട്രക്ഷൻസ്. എന്താണ് അങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കാരണം? എല്ലാരും ഐ ടി ചെയ്യുന്നല്ലോ, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേന്ന് അല്ലേ? അല്ലാണ്ട് പർട്ടിക്കുലർ ആയിട്ട് അതിനോടൊരു ഇഷ്ടക്കൂടുതലുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെയുണ്ട്. ഓക്കെ. വേറെന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ പറയൂ റെനിയുടെ? അതർ ദാൻ ദി സ്റ്റഡീസ് ആൻഡ് ഓൾ. ഓക്കെ. അതൊരു വലിയ ഇഷ്ടം അല്ലേ? കല്യാണം കഴിച്ച് കല്യാണ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ താല്പര്യം. ഓക്കെ. എത്ര കുട്ടികളാണ്? 2 പെൺകുട്ടികൾ. ഓക്കെ. എന്തൊക്കെയാണ് അവരുടെ പേരുകൾ പറയൂ? ഐറ ആൻഡ് അജ്ര. അജ്ര. അപ്പൊ ഐറ, അജ്ര. വൈഫിന്റെ പേര് പറയൂ? ജെബി. അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ഓക്കെ, കൊടുക്കൂ. Hello, Jerry. How are you? Yeah, good. How are you? Nice. Doing well. എങ്ങനെയുണ്ട് കുട്ടികളും കുടുംബജീവിതവും തിരക്കുകളും ഒക്കെ? ഒക്കെ ഭയങ്കര ബിസി ലൈഫായിട്ട് ഇങ്ങനെ പോകുന്നു.
രണ്ട് കുട്ടികളെന്ന് പറയുമ്പോ എന്തായാലും നിക്കാൻ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ? Yes, two little girls ആണ്. ആണല്ലേ? അവര് ട്വിൻസ് ആണോ? അല്ല ട്വിൻസ് അല്ല. Okay. രണ്ടാളും they are like 3 years apart, both of them. ഓക്കെ. എത്ര പ്രായമായിട്ടുണ്ട് രണ്ടുപേർക്കും? രണ്ടാളും ഒരാള് 5, മറ്റേയാള് 3.5. ഓക്കെ. അപ്പൊ ഈ എന്താ പറയാ രണ്ടുപേരും ഈ 5 years ഉള്ള ആളെ ചെറിയ ആളെ നോക്കോ, ടേക്ക് കെയർ ചെയ്യുവോ? ഓ യെസ്, ടേക്ക് കെയർ ചെയ്യും. പക്ഷെ അതേ സമയത്ത് അടിയും കൂടും. ആണല്ലേ? നമ്മൾക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവാൻ പറ്റില്ല അല്ലേ? ഇല്ല പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഒരു കുറച്ച് നോക്കിക്കോളൂ. ഒരു 3-4 years ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സമാധാനം തോന്നും. ഓ എത്ര നല്ലൊരു ഡിസിഷൻ ആയിരുന്നു രണ്ട് കുട്ടികൾ പെട്ടെന്ന് അടുത്തടുത്തെന്ന് എല്ലാരും അങ്ങനെ പറയും കേട്ടോ. I know. അല്ലേ? താങ്കളുടെ സിബ്ലിങ്സ് എത്ര പേരാണ്? Do you have any brothers, sisters? രണ്ട് ആൾക്കാരുണ്ട്. എനിക്ക് എൽഡർ സിസ്റ്ററും എൽഡർ ബ്രദറും ഉണ്ട്. ഓക്കെ. അപ്പൊ അറിയാലോ വീട്ടിൽ എന്താ പറയാ സിബ്ലിങ്സ് ഉണ്ടാവേണ്ട ഒരു റെലവൻസ് എന്താണെന്ന് അറിയാലോ അല്ലേ? പിന്നെ we fight, we quarrel, എന്താ പറയാ we debate for such silly reasons. പക്ഷേ at the end of the day നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയാ ഒന്ന് ഫോൺ ചെയ്യുമ്പോഴും നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നതൊക്കെ ഇവരുടെ അടുത്താണല്ലേ? Yes, very true. Very, very true. നാട്ടിൽ എവിടെയാണ് വീട്? നാട്ടില് ഞാൻ കൊച്ചിയിലാണ്. ഓക്കെ. ഞാൻ ചോദിക്കാൻ മറന്നു, ഇപ്പൊ കുട്ടികളെ വെച്ചിട്ട് കരിയർ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ടോ അവിടെ? അതോ ജസ്റ്റ് ഫുൾ ടൈം മോം ആണോ? അല്ല ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ടഡ് വർക്കിംഗ്. എന്താണ് പ്രൊഫഷൻ? എന്താണ്? ഞാന് ഒരു സ്കൂളില് വർക്ക് ചെയ്യുന്നത് അവിടെ. ഓക്കെ. ഇഷ്ടമാണോ? അപ്പൊ വീട്ടിലും കുട്ടികള് പുറത്തിറങ്ങിയാലും കുട്ടികളല്ലേ? മൊത്തത്തിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ലൈഫ്. ഇഷ്ടമായിട്ട് എടുത്തൊരു ചോയ്സ് ആയിരുന്നു അത്, ഇങ്ങനെ സ്കൂൾ ടീച്ചർ ആവാന്നൊക്കെ? അല്ല ഞാൻ ഐ തോട്ട് ഒരു കുറച്ച് വലുതായിട്ട് ഐ ഡു സംതിങ്. സോ നൗ ദേ ആർ കൈൻഡ് ഓഫ് ഓക്കേ. ബട്ട് യു ആർ എൻജോയിങ് ഇറ്റ് അല്ലേ? യെസ്. വൺസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ അവിടെ സ്കൂൾ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓ സി അങ്ങനെ. ഓക്കെ. ബട്ട് സ്റ്റിൽ നമ്മൾ നാട്ടിലെവിടെയാ? നാട്ടിലോ? എന്റെ വീട് പാല. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥലം? അറിയാം. ആണല്ലേ? ഓക്കെ. അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ, അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ഒരിക്കൽ സോക്രട്ടീസിന്റെ അടുത്ത് ചെന്നിട്ട് അയാളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മുടെയൊക്കെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്തില്ലേ, അയാള് പറയുവാ എന്ന് പറഞ്ഞു നിന്നപ്പോൾ സോക്രട്ടീസ് ഇടയ്ക്ക് കയറി അയാളെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു, ഈ പറയുന്ന കാര്യം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, നോ, ഉറപ്പില്ല. ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോഴും അയാൾ ഉത്തരം പറഞ്ഞു, നോ, പ്രയോജനമില്ല, അല്ല ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. ഈ പറയുന്ന കാര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോഴും അയാൾ പറഞ്ഞു, അറിയില്ല. ഉത്തരം അയാൾക്ക് ഈ 3 ചോദ്യങ്ങൾക്കും അയാൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, എനിക്കും നിനക്കും പ്രയോജനമില്ലാത്ത, നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് സമയം ചെലവഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് ചെക്ക പോയിട്ട് എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിതം നന്നായി ജീവിക്കുന്നത് എന്ന് സോക്രട്ടീസ് ചോദിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില പ്രതീക്ഷകൾ, ചില വാക്കുകൾ, ചില തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം വേണം. ഒന്നെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു നല്ല വീക്ക് ആവട്ടെ ഇനി എല്ലാവരുടെയും ഫ്രണ്ടിലേക്ക് വരുന്നത് എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. അടുത്ത ആഴ്ച യാത്രാമൊഴി ചോദിക്കുകയാണ് ആൻ എന്ന ഞാൻ.